ഹലോ, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. നാളിതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും തിരുവോണാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പായസമാണ്. നമ്മളെല്ലാവരും അടപ്പായസം, അടപ്രഥമനൊക്കെ കഴിച്ചിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഒരു തരം പായസമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അത് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പായസത്തിലേക്കായിട്ട് ഞാനിത് സ്വീറ്റ് മെലൻ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നാളികേരത്തിൻ്റെ 2-ാം പാല്, 1-ാം പാല്, പിന്നെ ശർക്കരപ്പാനി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഞാൻ മിൽമേര നെയ്യാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഏലക്കായയുടെ പൊടിയാണ്. അത് ഞാൻ പൊടിച്ച് മിക്സിയിലടിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് എടുത്തിരിക്കുന്നത് കുറച്ച് സാഗോ സീഡ്. ഇത് സാബുദാന എന്ന് പറയും, നമ്മൾ ചൗവരി എന്ന് പറയും. ഇനി നമുക്ക് എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ള സ്വീറ്റ് മെലൺ നമ്മൾ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കുരുവും തൊലിയെല്ലാം കളഞ്ഞ് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു റെഡിയാക്കി വെക്കാം. ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് തയ്യാറാക്കുന്ന നേരം കൊണ്ട് ഒരു പാത്രത്തിൽ ഞാൻ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ചവ്വരി, ഈ സാബുദാന നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സാബുദാന നന്നായിട്ട് വെന്തിട്ട് നമുക്കത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാം. ഇതിപ്പോൾ വൈറ്റ് കളറാണ് നമുക്കത് ഇങ്ങനെ കാണുന്നത്. ഇനി അത് നന്നായിട്ട് ബോയിലായിട്ട് വരുമ്പോൾ, ഒരു 10 മിനിറ്റ് നേരം ബോയിലായിട്ട് വരുമ്പോൾ അത് നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ബോളുകളായിട്ട് വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് അത് അരിപ്പയിൽ അരിച്ചിട്ട് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ സ്വീറ്റ് മെലൺ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊലി നല്ല ഹാർഡാണ്, നല്ല ഹാർഡ് തൊലിയാണ്. ഇവിടെ ഒരു വൈറ്റ് കളർ കാണാം. അപ്പോൾ നമ്മൾ തൊലി ചെത്തി കളയുമ്പോൾ ആ വൈറ്റ് പാർട്ടൊക്കെ ചെത്തി കളഞ്ഞിട്ട് വേണം നമ്മൾ അത് പായസത്തിലേക്ക് ആയിട്ട് എടുക്കാൻ. അത് ഹാർഡായിട്ടുള്ള തൊലി നമ്മളത് ഫുള്ള് ചെത്തി കളയണം. നമ്മൾ ഇതേപോലത്തെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നമ്മൾ ഈ സ്വീറ്റ് ലെമൺ കട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഇതേപോലത്തെ കുത്തിയരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം നമുക്ക്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച പപ്പായ മുറിച്ച് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിക്കാം. അപ്പം നമ്മൾ എടുത്തു വെച്ച പപ്പായ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സ്വീറ്റ് മെലനും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് മുന്തിരി അതേപോലെ ഒന്ന് വറുത്ത് കോരാം. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി. ഇനി ഞാൻ അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പപ്പായ കുറേശ്ശെ ഇട്ടിട്ട് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാൻ പോവാണ്. ഞാനതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പപ്പായ ആണെന്നേ തോന്നില്ല. പപ്പായയുടെ സ്മെല്ല് കംപ്ലീറ്റ് മാറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യിൽ വറുത്ത് അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല പഴുത്ത പപ്പായയാണ്. അപ്പോൾ നമുക്ക് ഈ ഇതുകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പപ്പായ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ സെയിം പാൻ തന്നെ നമ്മൾ പപ്പായ മാഷ് ചെയ്തത് മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് സ്വീറ്റ് മെലനും ഇതേപോലെ തന്നെ നമ്മളൊന്ന് വാട്ടിയെടുക്കാൻ പോവാണ്. നമുക്ക് കുറേശ്ശെ അത് വാട്ടിയെടുക്കാം. ഞാൻ സ്വീറ്റ് മെലണിലേക്കും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ട് അത് നെയ്യിൽ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും. ആ സ്മെല്ലൊക്കെ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യിൽ ഏലക്കാപ്പൊടി ഇട്ടിട്ട് നമ്മൾ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ അത് സ്വീറ്റ് മെലനും നന്നായിട്ട് മാഷായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി ഞാൻ അടി കട്ടിയുള്ള ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉരുളിയൊന്നും ഇല്ല, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് ചെയ്യാൻ പോകുന്നത്, പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഞാൻ എടുത്തു വെച്ച 500 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പപ്പായ അടിച്ച് വെച്ചതാണ്, നമ്മൾ നെയ്യിൽ വാട്ടി വെച്ചതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്വീറ്റ് മെലനും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾക്കിത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഒരു ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന വരെ നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോഴാണ് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളൊരുവിധം ചെറുതായിട്ട് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ച ഈ ചവ്വരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്വീറ്റ് മെലൺ പപ്പായ പായസം ഏകദേശം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കുറുകി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് രണ്ടാം പാൽ കുറേശ്ശെയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കേണ്ടത്. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടിയും കുറുകി വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഏകദേശം അതിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മധുരം ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു തള വരുന്നതിനേക്കാൾ മുമ്പ് നമുക്കിത് ഓഫ് ചെയ്തിടാം. അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പായസം നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.